ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിർമ്മാണ തൊഴിലാളി യൂണിയൻ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ 27-ന് മലപ്പുറം കളക്ട്രേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും. VP സക്കറിയ, C അബ്ദുൽ നാസർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക, നിർമ്മാണ മേഖലയിലെ തൊഴിൽ സംരക്ഷിക്കുക, ചെറുകിട ക്വാറികൾക്ക് പ്രവർത്തിക്കാൻ സാഹചര്യമുണ്ടാക്കുക, മണൽവാരൽ നിരോധനം പിൻവലിക്കുക, ക്വാറി ഉൽപ്പന്നങ്ങളുടെ അന്യായ വിലവർദ്ധനവ് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. വിലവർദ്ധനവ് മെറ്റീരിയലിന്റെ ഒരു ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ ക്വാറികൾ പ്രവർത്തിക്കാനുള്ള പ്രശ്നം, മണൽ വാരൽ നിരോധനത്തിന്റെ പ്രശ്നം, ക്വാറി ഉൽപ്പന്നങ്ങൾ ഇപ്പോ വർദ്ധിപ്പിച്ചുള്ള അന്യായമായ വിലവർദ്ധനവ്, ഇതെല്ലാം നിർമ്മാണ മേഖലയിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. കേരളത്തിലും ഇന്ത്യയിലും ആകെ നമ്മളിട്ട് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിൽ ചെയ്യുന്ന മേഖലയാണ് നിർമ്മാണ മേഖല. ആ നിർമ്മാണ മേഖലയിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ അധികാരികളുടെ ഭാഗത്ത് ഉണ്ടാകണം എന്നുള്ളതാണ്. പലപ്പോഴും ഗവൺമെന്റ് തീരുമാനിച്ചാൽ പോലും ഹരിത ട്രിബ്യൂണലിന്റെ പേര് പറഞ്ഞു, പരിസ്ഥിതിവാദത്തിന്റെ പേര് പറഞ്ഞു, കോടതിയുടെ ഇടപെടൽ, ഇങ്ങനത്തെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനമെടുത്താൽ ഉടനെ കോടതിയെ സമീപിക്കുന്നതിന് ഇപ്പൊ കഴിഞ്ഞ 6 മാസം മുമ്പ് എല്ലാ നദികളിൽ നിന്നും മണലെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. കലക്ടർമാരെയാണ് അതിന് ചുമതലപ്പെടുത്തിയത്. ആ കടവുകളിലെ അതുമായി വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ, റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രതിനിധികൾ, അതുപോലെ ആ മേഖലയിലെ ട്രേഡ് യൂണിയൻ പ്രതികളെല്ലാം വിളിച്ച് ചേർത്ത് എടുക്കുന്നതിന് വേണ്ടി തീരുമാനമെടുക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചെങ്കിലും ഒരാൾ സുപ്രീം കോടതിയിൽ പോയി. ഹരിത ട്രിബ്യൂണലിന്റെ വിഷയം നിലനിൽക്കുന്നത് കൊണ്ട് ബാൻ ചെയ്തിരിക്കുക. എന്നാൽ ഇവിടെ മണലെടുക്കുന്നില്ല ഉണ്ട്. അപ്പോ അങ്ങനെ എടുക്കുമ്പോൾ സർക്കാരിന് റോയൽറ്റി ഇല്ല, ശരിയായ തൊഴിലാളിക്ക് ജോലിയില്ല. ഒരു തരം മാഫിയ സംഘങ്ങൾ ഇത് കീഴടക്കുന്ന സ്ഥിതിയുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്ന് നല്ല ഇടപെടൽ അക്കാര്യത്തിൽ നടക്കാറുണ്ടെങ്കിൽ പോലും പോലീസിന്റെ ഒക്കെ തന്നെ കണ്ണ് വെട്ടിച്ച് മണൽ ആവശ്യമുള്ളവർക്ക് കിട്ടുന്ന സ്ഥിതി. ഒക്കെ ഇത് പരിഹരിക്കണമെങ്കിൽ മണലെടുക്കുന്നതിന് വേണ്ടി അനുവാദം കൊടുക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് മറ്റുൽപ്പന്നങ്ങൾ, ഇപ്പൊ കോറി ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ ചെങ്കല്ലിന്റെ ഖനനം, കരിങ്കൽ ഖനനം, ഇതെല്ലാം ഇപ്പോ കരിങ്കൽ ഖനനത്തിന് ശരിക്ക് എക്സ്പ്ലോസീവ് ലൈസൻസിന്റെ ആവശ്യം. പക്ഷെ നമ്മുടെ ചില ഉദ്യോഗസ്ഥന്മാർ ഇതിനെ തെറ്റിദ്ധരിപ്പിച്ച് ചെങ്കൽ ഖനനത്തിനും EC വേണം എന്ന് നിർബന്ധിച്ച് അതിന്റെ പ്രയാസങ്ങൾ വേറെ. അതുകൊണ്ട് തന്നെ ജിയോളജിസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കൃത്യമായി അത് കൊടുക്കാൻ വേണ്ടി സാധിക്കാത്ത സ്ഥിതിയുണ്ട്. ഇതെല്ലാം വെച്ച് നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളാകെ തൊഴിലില്ലാതായി മാറുകയും അവരുടെ തൊഴിൽ കുറഞ്ഞു വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ വരുമാനം കുറയും. VP സക്കറിയ, C അബ്ദുൽ നാസർ, അബ്ദുൽ ഗഫൂർ, PKM ബഷീർ, MA റസാഖ്, M മുഹമ്മദ് അലി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. എന്റെ കയ്യിലാണ് വലിയ ബഡ്ജറ്റും ഇല്ല. നിനക്ക് എവിടെയെങ്കിലും പരിചയമുണ്ടോ? എനിക്ക് പരിചയമുണ്ട്. അയ്യോ സാർ, എനിക്ക് പരിചയമുണ്ടോ. ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. ഹലോ, ആ കൺഫ്യൂഷൻ അങ്ങ് തീർന്നില്ലേ? പണി കിടക്കട്ടെ. Jewelry that tells your story. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി.